ചരിത്രപരമായിട്ടുള്ള വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി നേടിത്തന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് മധുരം നൽകിക്കൊണ്ട് കേരളത്തിലെ കോടാനുകോടി വരുന്ന സാധാരണ പ്രവർത്തകരുടെ വികാരം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് മധുരം നൽകാനായിട്ട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേശ് ഉൾപ്പെടെയുള്ള NDA നേതാക്കന്മാരെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് NDA നേതാക്കന്മാരായിട്ടുള്ള ശ്രീ VV രാജേന്ദ്രൻ, ശ്രീ പേരുക്കട ഹരികുമാർ തുടങ്ങിയവർ ഷോളനീക്കുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, രാജീവേട്ടൻ നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ രാഷ്ട്രീയം തുടങ്ങിയത് 20 കൊല്ലം മുമ്പെയാണ്. എൻ്റെ 20 കൊല്ലത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സന്തോഷകരമായ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം എൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നാണ്. അത് ഞാൻ ജയിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങൾ മുമ്പോട്ട് വെച്ച നരേന്ദ്രമോദിജി ഇൻസ്പയർ ചെയ്ത ഈ വികസിത കേരളം എന്നൊരു കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തന്ന് 3 MLA-മാരെ ജയിപ്പിച്ച് ഒരു ഇലക്ഷൻ ആയിരുന്നു ഈ ഇലക്ഷൻ. ഞാൻ ഈ ഇലക്ഷൻ്റെ മുമ്പ് 2 കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതായിരുന്നു. അത് ഇന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഇലക്ഷനായിട്ട് മാറും, ഈ ഇലക്ഷൻ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെയാണ് നടന്നത്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞത് CPM തുടരും എന്ന് പറയുന്ന കാലത്ത് 2025 മുതൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, പാർട്ടിയും പറഞ്ഞ കാര്യമായിരുന്നു, ഒരു കാരണവശാലും CPM ഇനി ഭരിക്കില്ല. അപ്പോൾ ഈ ഇലക്ഷൻ ഏറ്റവും പ്രധാനമായി ഒരു ആൻറ്റി CPM ഇലക്ഷൻ ആയിരുന്നു. ആ ആൻറ്റി ഇൻകംബൻസി വോട്ട് ഞങ്ങൾക്കും കിട്ടി, കോൺഗ്രസിനും കിട്ടി. അപ്പോൾ ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ത്രിപുരയിൽ, വെസ്റ്റ് ബംഗാളിലെല്ലാം നടന്ന പോലെ തന്നെ കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ കണ്ട് മനസ്സിലാക്കിയ മാർക്സിസ്റ്റ് CPM-ൻ്റെ ഭരണശൈലിൻ്റെ ഒരു ലാസ്റ്റ് ഫേസാണ് ഈ ഇലക്ഷൻ്റെ ഒരു വലിയ മെസ്സേജ്. പിന്നെ ഈ 5 ഇലക്ഷൻ നമ്മൾ നോക്കിയാൽ അതിന് എന്തെങ്കിലും ഒരു പഠനം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കിയാൽ ഇന്ത്യ അലയൻസ് ഭരിക്കുന്ന തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, കേരളം 3 സ്ഥലത്ത് ഇന്ത്യ അലയൻസ് ആയിരുന്നു ഭരിച്ചത്. ആ 3 സ്ഥലത്തും DMK ആണോ, TMC ആണോ, CPM ആണോ, ജനങ്ങൾ അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. അതേസമയം NDA-ൻ്റെ ഭരണശൈലിയും NDA-ൻ്റെ ഭരണവും NDA-ൻ്റെ വികസനവും നടപ്പിലാക്കുന്ന ആസാമും പുതുച്ചേരിയിൽ ഒരു പ്രോ ഇൻകംബൻസി മാൻഡേറ്റ് അവിടുത്തെ NDA സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. ഇതിന് കൂടുതൽ ഇന്ന് ഞാൻ പറയുന്നില്ല. നാളെ ഞാൻ ഇതിനെക്കുറിച്ച് ഞാനും ഗോകുമാർജിയും മുരളീധരൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടാകും, അതിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ ഇന്ന് അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. കഴിഞ്ഞ 10 കൊല്ലം CPM ഭരിക്കുമ്പോൾ
ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടീൻ്റെ ഒരു റോൾ ആരും നടപ്പിലാക്കിയില്ല, ആരും ചെയ്തില്ല. 10 കൊല്ലം ശബരിമല കൊള്ള നടക്കുമ്പോൾ, ജനങ്ങളുടെ ദ്രോഹം നടക്കുമ്പോൾ പറയാനും ചെയ്യാനും അസംബ്ലിയിൽ ആരും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിരുന്നു. അവർ മൗനം പാലിച്ചു. അതിൽ വലിയ മാറ്റം ഇനി വരും. 3 MLA മാരുണ്ടാവും. ജനങ്ങളുടെ ഓരോരോ പ്രശ്നങ്ങളെക്കുറിച്ച് ഉയർത്തി സംസാരിക്കാനും മുമ്പോട്ട് വെച്ച് സംസ്ഥാന സർക്കാർ അതിനെ പരിഹരിക്കാൻ അതിന് പിന്നിൽ നടക്കാൻ 3 MLA മാരുണ്ടാവും, BJP NDA. അതുമാത്രമല്ല, ഇനി ഇവിടെ അഴിമതി നടത്തി ഏതെങ്കിലും സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കാനും അതിനെ എക്സ്പോസ് ചെയ്യാൻ BJP NDA അസംബ്ലിയിൽ ഉള്ളിൽ ഉണ്ടാവും. അത് ഒരു വലിയ മാറ്റമായിരിക്കും. ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞതാണ്, ഈ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾ പുറത്തുനിന്ന് ഇതുവരെ ചെയ്തു. ഇനി അസംബ്ലിയിൽ കയറി അവിടെ ഇരുന്ന് അത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന് ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു. ഇന്ന് ഈ വിജയം ഇത് എൻ്റെ വിജയമോ ഞങ്ങളുടെ ലീഡർഷിപ്പിൻ്റെ ഒരു വിജയം മാത്രമല്ല, ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതിനൊപ്പം ഞങ്ങളെ ഓരോരോ പ്രവർത്തകർ രാപകൽ അധ്വാനിച്ച് ഈ ഒരു മാൻഡേറ്റ് ഈ ഇലക്ഷന് വേണ്ടി അധ്വാനിച്ച ഓരോരോ പ്രവർത്തകർ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. Namaskaram to everybody. As you all know, before these elections itself, the BJP and the NDA put forward 2 very important aspects on why this election is very different compared to the earlier elections. We said this is going to be an historic election for change, and we also said this is an election that is going to be marking the end of the CPM politics that has characterized Kerala politics for many, many years. And precisely that is what has come true. These elections were an anti-CPM election. This is a very, very decisive mandate to throw out and reject 10 years of CPM's corruption, CPM's malgovernance, CPM's lack of development, and CPM's economic mismanagement. We are deeply grateful that the people of Kerala have given us the support to fight for them and to work for them from inside the assembly. For the last many years, the BJP was a party, the NDA was a coalition that tried its best to fight for people's rights, to raise voices for people's problems from outside the assembly. And this election marks a very, very important change, that for the first time in the history of Kerala, there will be 3 BJP MLAs, 3 NDA MLAs to actively fight for, defend the rights of every Malayali who is looking for a better life. I want to not take too much time today. We will have an extensive press conference tomorrow. But these elections today in the 5 states are an important reminder that wherever there is an Indie government, whether it is DMK, whether it is TMC, or whether it is CPM, the people have rejected it because of their malgovernance, because of their corruption. And in contrast, NDA governments in Assam, NDA governments in Puducherry have been given a repeated mandate of pro-incumbency. And that is the difference between the NDA's politics of performance and the politics of corruption and appeasement of the India Alliance. Thank you. ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള വലിയ മുന്നേറ്റത്തിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നാളെ സംസ്ഥാന വ്യാപകമായിട്ട് NDAയുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കും ഈ NDA സഹായിച്ചിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് നടക്കുക. കഴിഞ്ഞ ഒരു 7 പതിറ്റാണ്ട് കാലമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു വിശ്വാസമാണ് തകർന്നു പോയിട്ടുള്ളത്. കേരളം 2 മുന്നണികൾക്ക് മാത്രമേ
ജയിക്കാൻ സാധിക്കുകയുള്ളെന്ന പരമ്പരാഗതമായ വിശ്വാസം തകർന്നിരിക്കുന്നു. ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ്, മൂന്നാം ബദൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതിന് കേരളത്തിലെ ജനങ്ങളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടുള്ള വിജയാഹ്ലാദമാണ് നാളെ സംസ്ഥാന വ്യാപകമായി NDAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.